ഭരതാഞ്ജലി എന്ന ഡാൻസ് ട്രെയിനിങ് സെന്ററിലേക്ക്, അല്ലെങ്കിൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. തീർച്ചയായും. കോവിഡ് എന്ന ഏറ്റവും ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി ടീച്ചറോട് പറയാം. ഭരതാഞ്ജലി എന്ന നൃത്തവിദ്യാലയം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ കേരള സോഷ്യൽ സെന്ററിലും മലയാളി സമാജത്തിലും നൃത്തം അഭ്യസിപ്പിച്ചിരുന്നു. പഠിപ്പിച്ചു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നു. അതോടൊപ്പം തന്നെ മോഡൽ സ്കൂളിലെ മലയാളം അധ്യാപികയും കൂടിയായിരുന്നു. ഏകദേശം 16 വർഷത്തോളം. അതിനോടൊപ്പം കുട്ടിക്കാലത്ത് ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അതിലേക്ക് വഴി വെച്ച് തന്നിരുന്നു, നൃത്തം എന്നുള്ള ഒരു വഴിയിലേക്ക്. അതിനുള്ള സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. തീർച്ചയായും അതിന് ഒരു വഴി വീണ്ടും തുറന്നു തന്നത് ഈ പ്രവാസ ലോകം തന്നെയാണ്. അപ്പൊ അതിനുശേഷം കുട്ടികൾ നമ്മുടെ നൃത്തത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ നൃത്ത ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷമാണ് സീരിയസ് ആയിട്ടുള്ള ഒരു നൃത്ത പഠന കേന്ദ്രം അല്ലെങ്കിൽ നൃത്തം പഠിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത്. കേരള സോഷ്യൽ സെന്റർ തന്ന സപ്പോർട്ട്, മലയാളി സമാജം തന്ന സപ്പോർട്ടാണ് ഇന്ന് ഭരതാഞ്ജലി എന്ന നൃത്തം. അവരിന്നും ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് അഭിമാനമാണ്. ടീച്ചർ സ്വന്തമായിട്ടുള്ള ഡാൻസ് ട്രെയിനിങ് സെന്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലേ? കാരണം സമാജം, KSC, ISC ഈ 3 സംഘടനകളുടെ സപ്പോർട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു നർത്തകി എന്ന രീതിയിലും നൃത്താധ്യാപിക എന്ന രീതിയിലും ഇന്ന് ഭരതാഞ്ജലി നൃത്തവിദ്യാലയം സ്ഥാപിക്കാനുള്ള ഒരു ബേസ് എനിക്ക് തന്നിട്ടുള്ളത് ഈ 3 സംഘടനകൾ തന്നെയാണ്.